വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിലാണ് കോൺക്ലേവ് നടക്കുക. ഒരു കാര്യം ഞാൻ പ്രത്യേകം കൂട്ടിച്ചേർക്കട്ടെ, സ്ഥാനാർത്ഥികളോ പ്രചാരണമോ ഇല്ലാത്ത തിരഞ്ഞെടുപ്പാണ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ്. ഏറ്റവും വിശുദ്ധവും പൂർണ്ണമായും രഹസ്യാത്മകവുമായ ഒരു സമ്മേളനമാണ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിനെയാണ് കോൺക്ലേവ് എന്ന് ഞാൻ വിളിച്ചത്. കർദിനാളന്മാർ സിസ്റ്റൈൻ ചാപ്പലിൽ കോൺക്ലേവിനായി പ്രവേശിച്ചു കഴിഞ്ഞാൽ വാതിലടച്ച് സീൽ ചെയ്യും. അതിന് പ്രധാനമായും നേതൃത്വം കൊടുക്കുന്നത് കർദിനാളന്മാരിൽ പ്രായം കൊണ്ട് ജൂനിയറായ മലയാളിയായ ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ കർദിനാളായി ഉയർത്തിയ ജോർജ് കൂവക്കാട് പിതാവായിരിക്കും നേതൃത്വം നൽകുന്നത് എന്നത് നമുക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. എന്തിനാണ് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, കർദിനാളന്മാർ കയറിക്കഴിഞ്ഞാൽ വാതിലടച്ച് സീൽ ചെയ്യുന്നത്? അതിൻ്റെ കാരണം ഇതാണ്. പുറം ലോകവുമായി സമ്പർക്കമില്ലാത്ത രീതിയിലാണ് കോൺക്ലേവ് നടക്കുക. തിരഞ്ഞെടുപ്പിൻ്റെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കാനുള്ള പരമ്പരാഗതമായ രീതിയാണിത്. കോൺക്ലേവിന് ഒരുക്കമായി സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഒരുമിച്ച് കൂടുന്ന കർദിനാളന്മാർ ഡീനിൻ്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കും. തുടർന്ന് പൗളൈൻ ചാപ്പലിൽ, ചാപ്പൽ ഓഫ് സെയിൻറ്റ് പോൾ പ്രവേശിച്ച് പരിശുദ്ധാത്മ നിറവിനായി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് കോൺക്ലേവിലെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കുവാനുള്ള പ്രതിജ്ഞ എടുക്കുന്നത്. സിസ്റ്റൈൻ ചാപ്പലിൽ രഹസ്യാത്മക ബാലറ്റിലൂടെ പുതിയ മാർപ്പാപ്പയ്ക്കായുള്ള വോട്ടെടുപ്പ് നടക്കും. വിഖ്യാത ചിത്രകാരനായ മൈക്കിൾ ആഞ്ചലോയുടെ അന്ത്യവിധി എല്ലാവർക്കും പരിചിതമാണ്, ലാസ്റ്റ് ജഡ്ജ്മെന്റ്. അന്ത്യവിധിയുടെ ചിത്രത്തിന് അഭിമുഖമായി നിന്നുകൊണ്ടാണ് ഓരോ കർദിനാളും വോട്ട് ചെയ്യുക. കോൺക്ലേവ് തിരഞ്ഞെടുക്കുന്ന 3 കർദിനാളന്മാർ ചേർന്ന് വോട്ട് ചെയ്ത ബാലറ്റുകൾ മറ്റെല്ലാവർക്കും കാണാനും കേൾക്കാനും പറ്റും വിധം അവരുടെ മുൻപിൽ വെച്ച് എണ്ണിത്തിട്ടപ്പെടുത്തും. ആർക്കും 2/3 ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ വോട്ട് ചെയ്ത ബാലറ്റുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയും കറുത്ത പുക സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിലൂടെ പുറത്തു വരികയും ചെയ്യും. കറുത്ത പുക, ബ്ലാക്ക് സ്മോക്ക്, തിരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടില്ല എന്നതിൻ്റെ അടയാളമാണ്. ഒരു ദിവസം 2 തവണ എന്ന വണ്ണം ഒരാൾക്ക് 2/3 ഭൂരിപക്ഷം ലഭിക്കുന്നത് വരെ വോട്ടിംഗ് തുടരുമെന്നുള്ളതാണ് പരമ്പരാഗതമായ രീതി. 2/3 ഭൂരിപക്ഷം ലഭിക്കുന്ന ആളിനോട് തിരഞ്ഞെടുപ്പ് അംഗീകരിക്കുന്നു എന്ന് കാർഡിനൽസിന്റെ കോളേജിന്റെ ഡീൻ ആരായും സമ്മതം അറിയിച്ചു കഴിഞ്ഞാൽ വോട്ട് ചെയ്ത ബാലറ്റുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയും സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിലൂടെ വെളുത്ത പുക, വൈറ്റ് സ്മോക്ക് പുറത്തു വരികയും ചെയ്യും. അങ്ങനെയാണ് പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ സമയം അത്രയും പ്രാർത്ഥനയോടെ വിശ്വാസി സമൂഹം പുതിയ മാർപ്പാപ്പയ്ക്കായി സെയിൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിലും ലോകമെമ്പാടും കാത്തിരിക്കുകയായിരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ മാർപ്പാപ്പ ഒരു പേര് സ്വീകരിക്കും. ജോർജ് ബെർഗോളിയോ ഫ്രാൻസിസ് ആയതുപോലെ വെളുത്ത പുക, വൈറ്റ് സ്മോക്ക് പുറത്തു വന്നാൽ ഉടനെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ എത്തുന്ന ഡീൻ ഹബേമൂസ് പാപ്പാം എന്ന പ്രഖ്യാപനം നടത്തും. ഹബേമൂസ് പാപ്പാം എന്നാൽ നമുക്കൊരു മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. തുടർന്ന് പുതിയ മാർപ്പാപ്പ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞ് ബാൽക്കണിയിലെത്തും. ഹബേമൂസ് പാപ്പാം വിളികളോടെ വിശ്വാസികളും ലോകവും പുതിയ മാർപ്പാപ്പയെ സ്വീകരിക്കും. മാർപ്പാപ്പ വിശ്വാസികൾക്കും ലോകത്തിനുമായി പരിചയപ്പെടുത്തിയ ശേഷം അദ്ദേഹം തൻ്റെ ശ്ലൈഹികമായ ആശീർവാദം നൽകുന്നതോടുകൂടെ പുതിയ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം കത്തോലിക്ക സഭയെ നയിക്കാൻ 267 മാർപ്പാപ്പയായി നമുക്കൊരു പുതിയ മാർപ്പാപ്പയെ ലഭിക്കാൻ പ്രാർത്ഥനയോടെ വിശ്വാസി സമൂഹം കാത്തിരിക്കുകയാണ്. ലോകം കാത്തിരിക്കുകയാണ്. പ്രത്യാശയോടെ കാത്തിരിക്കാം, പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലം അവസാനിച്ചു എന്നല്ല. പി ജെയിംസ് വത്തിക്കാനിൽ നിന്നും പറഞ്ഞതുപോലെ ഉച്ചസ്ഥായിയിൽ സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കുന്നത് പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ എല്ലാം ഓർമ്മകളിലുണ്ടാകും. അദ്ദേഹം ബാക്കി വെച്ച നന്മകൾ തുടർന്നു കൊണ്ടുപോകാൻ നമുക്കൊരു പുതിയ മാർപ്പാപ്പയെ വേണം. അതിനായി കാത്തിരിക്കാം.